ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ തടിപ്പണി സൈഡിലാണ് കേട്ടോ. അവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരുന്ന സമയത്ത് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കാപ്പി വെറുതെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ഓണറിന് കുരുവൊന്നും വേണ്ടെന്ന് തോന്നുന്നു, കാപ്പിക്കുരുവൊക്കെ. അപ്പോൾ നന്നായിട്ട് പഴുത്ത് കിടക്കുവാണേ. അപ്പോൾ ഇന്നലെ വന്നപ്പോഴും ഞാനിത് കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആർക്കും വേണ്ടല്ലോ, നമുക്കതൊക്കെ പറിച്ചെടുക്കാം. ഒരുപാടൊന്നുമില്ല, കുറച്ച്. ഉള്ളത് കളയണ്ട, എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളയുന്ന ഇഷ്ടമല്ല. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഇത്രയും ഞാൻ പറിച്ചെടുത്തു. ഇനി ബാക്കി അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. കാരണം ഇത് മൊത്തം തടിയെല്ലാം വെട്ടി, ഇവിടുത്തെ മൊത്തം തടിയെല്ലാം വെട്ടിയതുകൊണ്ട് ഇങ്ങനെ കിടക്കുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കണ്ടുപിടിച്ചെടുക്കുന്നതെന്ന് പറയുന്ന ടാസ്ക് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇതാ ഇങ്ങനെ വെട്ടിയിട്ടേക്കുവാണേ. ഇതുണ്ടല്ലേ, നമുക്ക് നമ്മുടെ കാപ്പിക്കുരു പറിക്കാം. നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിലെ ഒരുപാട് കാപ്പിക്കുരു ഉണ്ടായിരുന്നേ. ഇപ്പം ഫുൾ ഏല വിട്ടേക്കുന്നതുകൊണ്ട് കാപ്പി കുറവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ കാപ്പിക്കുരു പറിക്കുന്നത്. എങ്ങനെ കളയാൻ തോന്നും ഗൈസ്, ഇതൊക്കെ എങ്ങനെ കളയാൻ തോന്നും. നിറച്ച് കുഞ്ഞു ഉറുമ്പ കേട്ടോ, കടിക്കത്തൊന്നുമില്ല, നിറയെ ഉറുമ്പ. ഇതുണ്ടല്ലേ എൻ്റെ കയ്യിൽ മൊത്തം ഉറുമ്പ. അവരോർത്താണ് ഞാൻ എവിടെ പോയി, ഇത്ര നേരം വണ്ടിക്കകത്തിരുന്ന ആളെ കാണുന്നില്ലല്ലോ ഒന്ന്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം നിറയെ കാപ്പിക്കുരു ഉണ്ടായിരുന്നേ. പക്ഷേ ഇന്ന് വന്നപ്പോൾ അതെല്ലാം ചപ്പിൻ്റെ അടിയിലായിപ്പോയി. ഓരോ മരവും വെട്ടി അതിൻ്റെ മണ്ടയിലല്ലേ ഇടുന്നേ, അങ്ങനെ അതിൻ്റെ അടിയിലൊക്കെ ആയിപ്പോയി. സോ അതൊക്കെ മിസ്സായി. കുഞ്ഞ് ഇക്കിളി ഉറുമ്പില്ലേ, ഞാനങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ വരുന്നത് കേട്ടോ. ഞാനൊക്കെ അങ്ങനെ വരുന്നത്, ഇക്കിളി ഉറുമ്പ് കടിക്കത്തൊന്നുമില്ല, നിറയെ അതാണേ. ഇനി ഇതാ ഇങ്ങോട്ടൊക്കെയാണേ, ഞാൻ പറഞ്ഞില്ലേ ഫുള്ളായിട്ട് ചപ്പിൻ്റെ അടിയിലായിപ്പോയി. ഇത് കണ്ടോ, ഫുള്ളായിട്ട് ചപ്പിൻ്റെ അടിയിലാണേ. ഇതും കൂടെ ഒന്ന് പറിച്ചെടുക്കട്ടെ. അങ്ങനെ എൻ്റെ ബക്കറ്റ് നിറയാറായേ. ഇതാ ഞാനൊരു ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പച്ചയാണേ, പക്ഷെ വിളഞ്ഞതാ. ഇതൊക്കെ വെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് ഇതാ ഇങ്ങനെ കിടക്കുക. ഇത് പറിച്ചില്ലെങ്കിൽ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി, അല്ലാതെ തന്നെ. അങ്ങനെ എൻ്റെ ബക്കറ്റ് നിറയാറായേ.